ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും അറിയാം ഇത് കർക്കിടക മാസമാണല്ലേ. അപ്പോൾ കർക്കിടകത്തിൽ സാധാരണ നമ്മൾ കുറേ ചിട്ടകളും ആഹാരക്രമങ്ങളും ഒക്കെ പാലിക്കാറുണ്ട്. ഔഷധക്കഞ്ഞി സേവ, ദശപുഷ്പം ചൂടുക, മുക്കുറ്റിച്ചാന്ത് കൊണ്ട് കുറി വരയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഉലുവക്കഞ്ഞി. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നതെന്നാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഉലുവ കുതിർത്ത് വയ്ക്കണം. 2 ടേബിൾ സ്പൂണോളം ഉലുവ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. കാരണം കുതിർന്നില്ലെങ്കിൽ ഇതിന് കട്ടിയുള്ളത് കാരണം വേവാനായിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ കഞ്ഞി വെക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി പച്ചരിയാണ് ഉപയോഗിക്കുന്നത് കഞ്ഞി വെക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ തലേ ദിവസമേ കുതിർത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഉലുവ അതും കൂടെ നമുക്ക് അരിയുടെ കൂട്ടത്തിൽ ചേർത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം കലം നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ചിരവിയെടുക്കാം. 1/2 കപ്പോളം തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 8-9 അല്ലി ചുവന്നുള്ളിയും പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വെന്തിരിക്കുന്ന അരിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കണ്ട. തിളയ്ക്കുന്നതിന് മുൻപ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്, കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കർക്കിടകത്തിൽ സാധാരണ സേവിക്കാറുള്ള ഔഷധക്കഞ്ഞി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഉലുവക്കഞ്ഞി. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബലവും എല്ലാം നമുക്ക് കിട്ടും ഇത് കഴിക്കുന്നത് വഴി. അപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം 10 ദിവസമെങ്കിലും കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്കും മാംസാഹാരങ്ങൾ അല്ലെങ്കിൽ മത്സ്യാഹാരങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഔഷധക്കഞ്ഞി കൂടാതെ നമ്മൾ പത്തിലകളുടെ കറികൾ, പത്തില തോരൻ അതെല്ലാം കർക്കിടകത്തിൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്തെടുക്കുന്നത്. ശരീരത്തിൻ്റെ ഊർജ്ജം മാത്രമല്ല, രാമായണ പാരായണം കൊണ്ടിട്ട് നമ്മൾ മനസ്സിലുള്ള അഴുക്കുകളും ഒക്കെ നീക്കി മനസ്സും ശുദ്ധമാക്കുന്ന ഒരു മാസമാണ് കർക്കിടകം. അപ്പോൾ എല്ലാവരും ഔഷധക്കഞ്ഞി ഉണ്ടാക്കുക, ഉലുവക്കഞ്ഞി ഉണ്ടാക്കുക, സേവിക്കുക. ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.